മോളെ ചേച്ചി ആ സീവറോ മാഷന്തി കാലത്ത് പുറത്തു പോയതാ. ഞാനിങ്ങോട്ട് പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. മോളെ അധികം പുറത്തേക്കൊന്നും വിടണ്ട. അറിയാലോ അവന്മാരെ കണ്ണിലെങ്ങാനും പെട്ടാൽ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ചേച്ചി. ഈ കോളനിയിൽ മോളെ പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെല്ലാം അവരുടെ മാതാപിതാക്കള് പുറത്ത് ഹോസ്റ്റൽ നിർത്തിയാ പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ആരെയും കൊണ്ടുവരാറില്ല അവരെ പേടിച്ചിട്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം. അത് പറയാനാ വന്നേ. പൊക്കോട്ടെ മോളെ. പറഞ്ഞെല്ലാം കേട്ടല്ലോ. അധികം പുറത്തേക്കൊന്നും തുറക്കണ്ട. സൂക്ഷിക്കണം കേട്ടോ. പോട്ടെ ചേച്ചി. வாத்தியாரே, ஷெல்லி அங்க என்ன வேணா பண்ணட்டும், அதுக்கு உங்களுக்கு என்ன? நீங்க உங்க லைஃபை பாருங்க. സാറേ, ഞാനൊരു അധ്യാപകനാണ്. എനിക്ക് ഇത്തരം അക്രമമൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല. എനിക്ക് പേടിയൊന്നുമില്ല. ഏത് കോടതിയിൽ വേണമെങ്കിലും വന്ന് ഞാൻ സാക്ഷി പറയാം. வாத்தியாரே, போலீஸ் என்ன பொதுமக்களுக்கு பாதுகாப்பு கொடுக்க வேண்டிய டிபார்ட்மெண்ட் தான். ஆனா ஷெல்லி ஒன்றும் பண்ண முடியாது. அவனுக்கு மினிஸ்டர் லெவலில் ஹேண்ட் இருக்கு, தெரியுமில்ல? வாத்தியாரே, நமக்கு எதுக்கு 2 கண்ணு 2 காது கொடுத்துருக்கு? ஒரு கண்ணில் பார்த்தது இன்னொரு கண்ணில் விடுங்க. ஒரு காதலை கேட்டது இன்னொரு காதலை விடுங்க. தயவு செஞ்சு அவனோட மோத வேண்டாம். போங்க, போய் வேலையை பாருங்க. സാറേ, ആ പ്രായത്തിൽ എനിക്കുണ്ടൊരു മോള്. ആരാ മാഷേ? അറിയില്ല. ആരാ? വണക്കം വാദ്യാരേ. എന്താ എന്താ വേണ്ടത്? ഏയ്, എന്നെ അറിയില്ലേ? தெரியாது? ഇല്ല. അപ്പോൾ പിന്നെ എൻ്റെ പേരിൽ എന്തിനാ കംപ്ലൈന്റ് കൊടുത്തേ? എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ ஏதாவது பிரச்சனை இருக்கா? அதுவும் கிடையாது. நான் நேத்து தூக்குன பொண்ணு உனக்கு யாரா வரும்? உன் சொந்தக்காரா? പരവല്ലയേ. ആദ്യമായിട്ടാണ് ഷെല്ലിയുടെ സാമ്രാജ്യത്തിൽ നിന്നും ഷെല്ലിക്കെതിരെ ഒരാൾ പരാതി കൊടുക്കുന്നത്. നീ എന്താണ് എന്നെ പേടിപ്പിക്കാൻ വന്നോ? നോ, ഞാൻ തന്നെ സഹായിക്കാൻ വന്നതല്ലേ. എൻ്റെ പേരിൽ പരാതി കൊടുക്കണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? അങ്ങനെ ഒരു കേസ് ഉണ്ടാവാൻ ഞാൻ വലിയൊരു തെറ്റ് ചെയ്യണ്ടേ? ഞാൻ എന്ത് തെറ്റാ ചെയ്യാ? പുറത്ത് ഇനി പോയി കേസ് കൊടുക്ക. നല്ല സ്ട്രോങ് ആവും.
നോക്ക്, നീ ഒന്ന് സമാധാനിക്കേ. ഇതിപ്പോ ഇത്രയും മോശമുള്ള ഒരു സ്ഥലമാണെന്ന് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞപ്പോൾ അവർ കൈയൊഴിഞ്ഞു. നോക്ക്, നമ്മുടെ മോൾ ഓർത്തിട്ടെങ്കിലും നീ ഒന്ന് സമാധാനിക്കേ. എന്തായാലും നേരം വിളക്കട്ടെ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അമ്മയും മരുന്നൊന്ന് കഴിക്കേ. മരുന്ന് വേണ്ട മോളെ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. മോള് പോയി കിടന്നു. ശരി. ചെല്ലു. ഉറങ്ങിക്കോ. ശ്രീദേവി, മോളെ എനിട്ടോ? മോളെ ശ്രീദേവി, ശ്രീദേവി എവിടെ പോയി? ശ്രീദേവി എവിടെ പോയി? ശ്രീദേവി മോളെ, അമ്മ അവിടെ ഉണ്ടോ? ശ്രീദേവി, ശ്രീദേവി ശ്രീദേവി, ശ്രീദേവി ശ്രീദേവി. ഓ, ശ്രീദേവി, ശ്രീദേവി, ശ്രീദേവി. അയ്യോ, അയ്യോ, മോളെ! உட்காருங்க உட்காருங்க. என்னம்மா எப்படி இருக்கு? நல்லா இருக்குல்ல? ஓகே, കുഴപ്പമൊന്നുമില്ല കുട്ടി. நோ ப்ராப்ளம். பயப்படாதீங்க. அம்மாவோட இழப்பிலே இவங்க ரொம்ப அப்செட்டாக இருக்கு. இட்ஸ் குவைட் நேச்சுரல். எதுக்கு ஒரு 2 days கழிச்சு போகலாம், சரியா? இந்த 2 மருந்து வெளியில இருந்து வாங்கிட்டு வாங்க. ഓ, അച്ഛൻ മരുന്ന് വാങ്ങിയിട്ട് വരാട്ടാ.